കഅബാനെ ചുറ്റുവാർ കുതുബാണോരെല്ലാരും, കഅബൻ ത്വവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. എല്ലാ ഔലിയാക്കന്മാരും കഅബയെ ത്വവാഫ് ചെയ്യുന്നു. എല്ലാവരും കഅബയെ ത്വവാഫ് ചെയ്യുന്നെങ്കിൽ കഅബ ത്വവാഫ് എന്നെ താൻ ചെയ്യുമെന്നോവർ. എന്നെ വന്ന് കഅബൻ ത്വവാഫ് ചെയ്യുന്നു. ശൈഖ് അബ്ദുൽ ഖാദിർ ബുദ്ധിയില്ലാത്ത ജീവനില്ലാത്ത കഅബ വന്നിട്ട് മുഹിയുദ്ദീൻ ശൈഖിനെ ത്വവാഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോ മാലക്കാരന്റെ ഈ പൊള്ളി വിശ്വസിക്കുന്ന കള്ളന്മാരേന്ന് നമ്മൾ വഹാബി. സംഭവം തിരിയാത്ത വഹാബി, പൊട്ടൻ വഹാബി, ലോകം തിരിയാത്ത വഹാബി, അനുഭവം തിരിയാത്ത വഹാബി, ഔലിയാക്കളുടെ ലോകത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത വഹാബി, തുപ്പലിന്റെ മധുരം തിരിയാത്ത വഹാബി. എന്ത് നിഷേധിക്കാനാ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ലോകം പറയണ്ടേ? ഇത് മുഹിയുദ്ദീൻ മാലക്കാരന് കിട്ടിയത് തന്റെ ഒരവലംബത്തിൽ നിന്നാണ്. അവർ ചൊന്ന ബൈത്തിലുണ്ട് കുല്ലു ഖുതുബിൻ യതൂഫു ബിൽ ബൈതി സബ്ആ وآن البيت طائف بخيامي. ഏത് കുത്തുബുകളും 7 പ്രാവശ്യം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു കഅബയെ. വആനൽ ബൈതു ത്വായിഫും ബിഖിയാമി. ഞാനോ കഅബ എന്ന് പറയുന്നത് എന്റെ ഖൈമക്ക് ചുറ്റും വന്ന് തവാഫ് ചെയ്യുന്ന ഞാനാണ്. മഹാനായ ശൈഖ് തങ്ങൾ കഅബ തവാഫ് ചെയ്യൂലേ? കഅബ തവാഫ് ചെയ്യൂല എന്നാണോ ഔലിയാക്കളുടെ ലോകത്ത്? പരിചയമില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. ഔലിയാക്കളുടെ ലോകത്ത് കഅബ എന്നല്ല, എല്ലാ മഖ്ലൂക്കിനെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ്. ഈ വിശ്വാസമുള്ളവരാണ് ഔലിയ, ഈ വിശ്വാസമുള്ളവരാണ് സുന്നികൾ. അള്ളാന്റെ മഖ്ലൂക്കിൽ നിന്ന് വിട്ടല്ല കഅബ. കഅബയ്ക്ക് ഇളക്കം വരൂലെന്ന് കരുതണ്ട, കഅബ തവാഫ് ചെയ്യൂലെന്ന് കരുതണ്ട. മാരനെ നിഷേധിക്കുന്നവൻ ആദ്യം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളവർ നിഷേധിക്കട്ടെ. ഗസാലി ഇമാം തന്റെ പ്രസിദ്ധമായ ഇഹ്യായിൽ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയെ ഇഹ്യായിലെ ഗസാലി തർക്കേടില്ല എന്ന് ഇബ്നു തൈമിയ പോലും പ്രകീർത്തിക്കുന്നുമുണ്ട്. ഇഹ്യ എഴുതിയ ഗസാലിക്ക് കുഴപ്പമില്ല, അതിന്റെ അപ്പുറം വിട്ട ഗസാലി ഇമാമ അപകടക്കാരൻ. ഇബ്നു തൈമിയ അപകടക്കാരന്റെ കുസൃതി. ഇബ്നു തൈമിയക്ക് മോശം ഗസാലി ഇഹ്യായിലല്ല, അതേ ഇഹ്യായിൽ തന്നെ ഇന്നലില്ലാഹി ഇബാദൻ തതൂഫു ബിഹിൽ കഅബതു തഖർറുബൻ ഇലല്ലാഹ്. ഇന്നലില്ലാഹി ഇബാദൻ തതൂഫു ബിഹിൽ കഅബതു തഖർറുബൻ ഇലല്ലാഹ്. അള്ളാഹുവിലേക്കുള്ള ഖുർബത്തെടുക്കാൻ മനുഷ്യൻ കഅബയെ ചുറ്റുന്നത് പോലെ കഅബയും അള്ളാഹുവിലേക്കുള്ള ഖുർബത്ത് ചെയ്യുന്നുണ്ട്. ചില അള്ളാഹുവിന്റെ അടിയങ്ങളെ കഅബ വന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ അടിയങ്ങളിലുണ്ട് എന്ന് സുന്നികളിൽ വിശ്വസിച്ചു വരുന്ന വിശ്വാസമാണ് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി. വിശ്വാസല്ലേ? ജീവനില്ലാഞ്ഞിട്ട് അള്ളാഹ് ഖുർആനിൽ പറയുന്നു, വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്. അള്ളാഹുവിനെ പേടിച്ച് മുകളിൽ നിന്ന് കുടുകുടാ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കല്ലുകളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോ പടച്ചോനെ പേടിച്ചിട്ട് കല്ല് മറിയേ കല്ല് പറക്കേ എന്ന് ചോദിക്കുന്ന വഹാബിക്ക് ഖുർആന്റെ സന്ദേശം തിരിയില്ല, ഖുർആന്റെ പാഠം അറിയില്ല. ഇസ്തസ്ദൽ അർശു ലിമൗതി സഅദ് ബിൻ മാലിക് ഖാല റസൂലുള്ളാഹി. സഅദ് ബിൻ മാലിക് എന്ന അൻസാരി നേതാവ് സഹാബി മരിച്ചപ്പോ പടച്ച തമ്പുരാന്റെ അർശ്, എല്ലാം പടക്കും കൊണ്ട് അള്ളാഹു പടച്ച അർശ്, ആഖിറത്തിൽ നിൽക്കുന്ന അർശ്, എല്ലാം നശിപ്പിച്ചാലും നശിക്കാത്ത അർശ്, ആ അർശെന്ന സിംഹാസനം ചുമന്നുകൊണ്ട് മഹ്ശറിൽ പോലും വിചാരണയുടെ ഭൂമിയിൽ പോലും വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമൈദിൻ സമാനിയ. സാഗൂതം സശ്രദ്ധം 8 മലക്കുകൾ ചുമന്ന് നിൽക്കുന്ന അർശ് സഅദ് ഇബ്നു മാലിക് മരിച്ചപ്പോൾ വിറകൊണ്ടുപോയി. ഖാല റസൂലുള്ളാഹി. ബുഖാരി മുസ്ലിം. അർശുർ റഹ്മാൻ സഅദിന്റെ മരണമറിഞ്ഞിട്ട് വിറക്കാൻ തയ്യാറായെങ്കിൽ പരിശുദ്ധമായ ഇബ്രാഹിം നബി കഅബ കൊടുത്തിട്ടുള്ള കല്ലിന്റെ ആ വലുപ്പം അർശിനേക്കാൾ വലുതായി സുന്നി വിശ്വസിക്കുന്നില്ല. അർശിന് പറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സാധാ കല്ലിന് അല്ലാഹനെ ഭയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി പടുത്ത കഅബ എന്ന കല്ലിനും ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളെ തവാഫ് ചെയ്യാൻ പറ്റും. ഇതിലരുതായ്മയില്ല, അസംഭവ്യതയില്ല. ഇത് വെച്ചിട്ടാണ് ഔലിയാക്കന്മാരെ കഅബ തവാഫ് ചെയ്യുമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി പറഞ്ഞത്. ഇതാണ് സുന്നി വിശ്വസിക്കുന്നത്. ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വസിക്കുന്ന സുന്നിയെ കള്ളനാക്കണ്ട. നീ സ്വന്തം നിഷേധിച്ച് കള്ളനായിക്കോ, കുഴപ്പമില്ല. മുഹ്യിദ്ദീൻമാരെ നിഷേധിച്ചവനെ ഞങ്ങൾ കാഫിറാന്ന് പറയില്ല. അത് ഞങ്ങൾ തർക്കം പറഞ്ഞില്ലേ?
മുഹിയുദ്ദീൻ ശൈഖിനെ തന്നെ നിഷേധിച്ചാലും ഞങ്ങൾ കാഫിറാന്ന് പറയില്ല. വേണമെങ്കിൽ നിഷേധിച്ചോ, അതിന്റെ കുരുത്തക്കേടൊക്കെ വാങ്ങിക്കോ, നിഷേധത്തിന്റെ എല്ലാ ദൂഷ്യവും നീ വാങ്ങിക്കോ. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രമാണബദ്ധമാണ്. ആ വിശ്വാസം കള്ളമാണെന്ന് പറയാൻ പ്രമാണമില്ലാതെ വഹാബിക്ക് അധികാരമില്ല. ഇതാ കേബൻ ചുറ്റുന്ന ചരിത്രം.